അപ്പോൾ നേരെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറുക. ഞാനിവിടെ യൂസ് ചെയ്യാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഗൂഗിളിൽ സോഷ്യൽ ബ്ലേഡ് എന്ന് സെർച്ച് ചെയ്യുക. വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിനുശേഷം സോഷ്യൽ ബ്ലേഡ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകൾ ഭാഗത്തായിട്ട് എൻ്റർ യൂട്യൂബ് യൂസർ നെയിം എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് വേണ്ട ചാനലിൻ്റെ നെയിം ടൈപ്പ് ചെയ്യാം. ഞാൻ എംപോർട്ടെക്കിൻ്റെയാണ് ആദ്യം നോക്കുന്നത്. എംപോർട്ടെക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. ഒരുപാട് കോപ്പി ചാനലുണ്ട്. നമ്മുടെ ചാനൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ചാനൽ സെർച്ച്, സെലക്ട് ചാനൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവരുടെ ഒരു മാസത്തെ ഏണിങ്സ് നമുക്ക് നോക്കാം. ഇതിൽ അടിയിലായിട്ട് എസ്റ്റിമേറ്റ് ഏണിങ്സിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് 11.9K കാണിക്കുന്നുണ്ടല്ലോ. അതാണ് അവരുടെ ഒരു മാസത്തെ ഡോളർ അവർക്ക് വന്നത്. 11.9, ഏകദേശം 11,900. അത്രയുമാണ് അവർക്ക് വന്ന ഒരു മാസത്തെ ഡോളർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ റേറ്റ് നോക്കുമ്പോൾ 73.59 ഇന്ത്യൻ റുപ്പിയുണ്ട് ഒരു ഡോളറിന്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. 11.9K ആണ്, ഏകദേശം 11,900. ഇൻറ്റു 73.59. അവിടെ ഒരു മാസത്തെ വരുമാനമാണ് ഇപ്പോൾ എംപോർട്ടെക്കിൻ്റെ ഒരൊറ്റ ചാനലിലുള്ള. എംപോർട്ടെക്കിൽ 8 ലക്ഷം അതുപോലെ നമുക്ക് കരിക്കിൻ്റെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ യൂസർ നെയിമിലൊന്ന് എൻ്റെ യൂസർ നെയിമിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. കരിക്കെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെർച്ചിങ് കാണിക്കുമ്പോൾ അവരുടെ ഒരു മാസത്തെ ഏണിങ്സ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ട് കാണാം അവർക്കൊരു മാസം വന്ന ഏണിങ്സ് 7.4K ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം $7,400 ഇൻറ്റു 73.59 ഇന്ത്യൻ റുപ്പി, ഏകദേശം 5,44,566 ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്